തിരിച്ചടി എങ്ങനെയെന്നറിയാതെ വളരെ സമ്മർദ്ദത്തിലാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന്. പക്ഷെ പാകിസ്ഥാൻ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന സത്യമാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അത് ഉപയോഗിക്കാൻ കഴിയാത്തത്? ആണവായുധം ഉപയോഗിച്ച പാകിസ്ഥാന് വലിയ പ്രത്യാഘാതം, വലിയ തിരിച്ചടി ഉണ്ടാകും. ലോക രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും. കാരണം ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് കുറേ കാലമായിട്ട് എല്ലാ രാജ്യങ്ങളോടും എടുത്ത തീരുമാനമാണ്. പക്ഷേ ഈ പഹൽഗാമിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഈ പ്രശ്നത്തിനെല്ലാം ഉത്തരവാദി പാകിസ്ഥാനാണെന്നുള്ളതിൻ്റെ കുറേ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും. അത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഒന്നിൽ കരസേനയായിരിക്കും, അല്ലെങ്കിൽ വ്യോമമാർഗമായിരിക്കും. ഇനി അതല്ല, നാവികസേനയുടെ ആക്രമണം പോലും തയ്യാറാണ്. 5 യുദ്ധക്കപ്പലുകൾ തയ്യാറായെന്ന് പറഞ്ഞിട്ട് നാവികസേന തന്നെ ഒഫീഷ്യലായിട്ട് എക്സിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി, ഉപപ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങളൊരു ആണവ രാജ്യമാണ് ഇന്ത്യ, അത് ഓർത്ത് കളിക്കണം, ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കും, ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മളൊരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അമേരിക്ക മാത്രമാണ് ഈ ആണവായുധം ഉപയോഗിച്ചത്. അത് 1945 രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. അന്ന് ഈ ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 ആറ്റം ബോംബ് ഇട്ടു. എന്തിനാണെന്ന് വെച്ചാൽ അന്ന് ഈ അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യം വിജയത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ലോകത്തിന് മുന്നിൽ തങ്ങളാണ് വൻ ശക്തി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അമേരിക്ക ചെയ്തൊരു പ്രവൃത്തിയാണ്. പിന്നീടാണ് അതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ പ്രഹരശേഷി എത്രത്തോളം മാരകമാണെന്ന് ലോക രാജ്യങ്ങൾ അറിഞ്ഞത്. അതിനുശേഷം അങ്ങനെ ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം വരുമ്പോഴെന്താ, 4 തവണ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരു തവണ പോലും പാകിസ്ഥാന് വിജയിക്കാൻ കഴിഞ്ഞില്ല. 1947 വലിയ കലാപം ഉണ്ടായി. ഇൻഡോ പാക് കലാപമൊക്കെ ഉണ്ടായ സമയത്ത് നടന്ന യുദ്ധത്തിൽ ഇന്ത്യ അതിൽ വിജയിക്കുകയായിരുന്നു. അന്ന് UN ഇടപെടുകയൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു കാശ്മീരിലെ 2 ഭാഗം ഇന്ത്യക്കും, 1 ഭാഗം പാകിസ്ഥാൻ. അങ്ങനെയാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. 1965 രണ്ടാമത്തെ യുദ്ധം ഉണ്ടായി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അന്ന് USSR എന്ന് പറയുന്ന രാജ്യം മധ്യസ്ഥനായിട്ട് വരുന്നു. താഷ്കൻഡ് കരാറിൽ ഒപ്പുവെക്കുന്നു, യുദ്ധം അവസാനിക്കുന്നു. 1971 മൂന്നാമതും ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നു. അന്നും ഇന്ത്യ പാകിസ്ഥാന് മേൽ വലിയ മേധാവിത്വം സ്ഥാപിക്കുന്നു, പാക് പട്ടാളക്കാരെ തടവിലാക്കുന്നു, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം തന്നെ സൃഷ്ടിക്കുന്നു. 1999 നമുക്കറിയാവുന്ന കാർഗിൽ യുദ്ധം നടന്നു. അന്നും പാകിസ്ഥാന് പരാജയമാണ്. അപ്പം 4 തവണ ഏറ്റുമുട്ടി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന പാകിസ്ഥാന് ഒരിക്കലും ഇന്ത്യയെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നറിയാം. പക്ഷേ ഇപ്പോൾ 2000 മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. 2000 ശേഷം 25 വർഷം കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ മേഖലകളും ശക്തിയായിട്ട് വളർന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആണവായുധം വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ 1970കളിലാണ് ആണവായുധത്തിൻ്റെ പരീക്ഷണത്തിലേക്ക് നീങ്ങിയത്. 1995 വരെ ആയപ്പോഴാണ് നമ്മൾ അത് നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. പക്ഷേ അന്ന് ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്ക, റഷ്യയൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് മേൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് വലിയ സമ്മർദ്ദമാണ്. ഒടുവിൽ 1998 രാജസ്ഥാനിൽ നമ്മൾ ഈ ആണവായുധം പരീക്ഷിച്ചു. അങ്ങനെ നമ്മൾ ആണവ ശക്തിയായി മാറി. തുടർന്ന് പാകിസ്ഥാനും ആണവ ആയുധം പരീക്ഷിച്ചു. അത് മറ്റേതോ രാജ്യം കൊടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്തോ നമുക്കറിയില്ല. എന്തായാലും അവരുടെ കയ്യിലും ആണവായുധമുണ്ട്. ഈ ആണവായുധം എടുത്ത് നമുക്കെതിരെ പ്രയോഗിച്ചാൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും പാകിസ്ഥാന് മേൽ ഉപരോധം ഏർപ്പെടുത്തും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അവർക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്ത്യ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വിന്യസിച്ചുകൊണ്ട് ഏത് നിമിഷവും പാകിസ്ഥാനെ ആക്രമിക്കാൻ സുസജ്ജമായി നിൽക്കുന്നുണ്ട്. പണ്ട് നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണാർത്ഥം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് അയക്കുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മേഖലയിൽ ഒരു പ്രതിരോധ സംവിധാനങ്ങളില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് 290 മുതൽ 400 കിലോമീറ്റർ ദൂരെയുള്ള റേഞ്ചിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ആക്രമണം നടന്നാൽ പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തുടർച്ചയായി ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കണം. ഇപ്പോൾ നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ റഷ്യക്ക് വലിയ തിരിച്ചടികളുണ്ടായി, വലിയ സമ്മർദ്ദം ഉണ്ടായി. പക്ഷേ റഷ്യ ആണവായുധം ഉപയോഗിച്ചില്ല. അവർ ആണവ രാജ്യമാണ്. ഉക്രൈനിൽ ആണവായുധമില്ല. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അപ്പോൾ അതിൻ്റെ സംഹാരശേഷി എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ഇപ്പം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ഇന്നും ആറ്റം ബോംബിൻ്റെ കെടുതിയിൽ നിന്ന് അവർ പൂർണ്ണമായും മുക്തരായില്ല. അതുകൊണ്ടാണ് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ ഇന്ത്യക്കും കുറച്ച് പോളിസി ഉണ്ട്. നമ്മൾ ഈ ആണവായുധം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യം ഒരു രാജ്യത്തിന് നേരെ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രാജ്യം നമ്മളെ അറ്റാക്ക് ചെയ്താലേ നമ്മൾ തിരിച്ചാക്രമിക്കും. ഇനി എതിർപക്ഷത്തേക്ക് ആണവ ശക്തിയല്ലാത്ത രാജ്യമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കില്ല.
പക്ഷേ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ പൊറുതിമുട്ടിയപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്ന നിലപാടിൽ നിന്ന് വേണമെങ്കിൽ മാറ്റം വരുത്തും. ഇപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി എന്ന് പറയുന്ന കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം കാശ്മീർ സന്ദർശിച്ചു. അതിനുശേഷം രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. അതായത് നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പം നമ്മൾ യുദ്ധതന്ത്രങ്ങൾ പ്ലാൻ ചെയ്ത് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്താൽ അവരെങ്ങനെ മുന്നോട്ട് പോകും? ഒന്ന് ആലോചിച്ച് നോക്കി. ശരിയാ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ വളരെ പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ തോക്ക് വെച്ചിട്ട് വെടിവെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ആണവായുധം ഉണ്ട്, എന്നാൽ അതെടുത്തിട്ട് പ്രയോഗിച്ചാൽ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തും, പാകിസ്ഥാന്റെ ഗതി അധോഗതിയാകും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിർഗുണന അങ്ങനെ ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, ആ അവസ്ഥയിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര കലഹം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളം കിട്ടാതെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഭരണകൂടത്തിനെതിരെ തിരിയും. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പാകിസ്ഥാനികൾ തന്നെ പറയുന്നു, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഈ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഏത് സമയത്തും ഇന്ത്യ ആക്രമിക്കും എന്നുള്ള ഭയത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതെന്ന് പാകിസ്ഥാൻ ജനത തന്നെ പാകിസ്ഥാനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയിച്ചു തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ വളരെ സമ്മർദ്ദത്തിലാണ്. ആ സമ്മർദ്ദ തന്ത്രം ഇന്ത്യ ഉണ്ടാക്കിയെടുത്തതാണ് പാകിസ്ഥാന് മേൽ ആ സമ്മർദ്ദം എന്ന് പറയുന്നത്. ഇനി ഏത് തരത്തിലാകും പാകിസ്ഥാൻ, ഒരു തരത്തിലും തിരിച്ചടിക്കാൻ പാകിസ്ഥാന് കഴിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെയാകും പാകിസ്ഥാന് മുന്നോട്ടുള്ള നീക്കം, ഇത് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഏതാണ്ട് 18 തവണയാണ് ഈ കാർഗിൽ യുദ്ധ സമയത്ത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് അന്ന് പാകിസ്ഥാൻ നമ്മളെ ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ ഒരു തവണ പോലും ഉണ്ടായില്ല. മാത്രമല്ല, പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങൾക്ക് അതിനേക്കാൾ വലിയ ശക്തിയുണ്ട് എന്നുള്ള കാര്യം ലോകത്തിന് തന്നെ അറിയാം. അതായത് കരയിൽ നിന്ന്, കടലിൽ നിന്ന്, ആകാശത്ത് നിന്ന് ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന 4 രാജ്യങ്ങളെ ലോകത്തുള്ളൂ. റഷ്യയും അമേരിക്കയും ചൈനയുമാണ് 3 രാജ്യങ്ങൾ. 4ാമത്തെ രാജ്യം നമ്മുടേതാണ്. ആ ഇന്ത്യ അത്തരത്തിലൊരു ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയില്ല. മാത്രമല്ല, ആണവായുധം ഉപയോഗിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാകിസ്ഥാൻ ഒറ്റപ്പെടും. ഇനി നമുക്ക് പാകിസ്ഥാന് നേരെ ആണവായുധം ഉപയോഗിക്കണം, അല്ലെങ്കിൽ അറ്റാക്ക് നടത്തണമെന്ന് തീരുമാനിച്ചാൽ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശമാണ്. മറ്റു മേഖലകളിലേക്ക് കടന്നില്ല നമുക്ക് താല്പര്യമില്ല. അവരുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദോ അല്ലെങ്കിൽ ലാഹോർ ഉൾപ്പെടെയുള്ള വൻ പട്ടണങ്ങളോ നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കാം എന്ന നിലയിൽ അവർക്ക് ആണവായുധം ഉപയോഗിക്കാം. പക്ഷെ നമ്മൾക്ക് അതിനോട് താല്പര്യമില്ല. കാരണം നമുക്ക് യുദ്ധത്തോട് താല്പര്യമില്ല. പക്ഷേ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് സെക്കൻഡ് അറ്റാക്ക് എന്ന് പറയുന്നത്, നമ്മളെ അറ്റാക്ക് ചെയ്തതിനു ശേഷം തിരിച്ചടിക്കുക എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി. അതിൽ ഇന്ത്യ വളരെ മുന്നിലാണ്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണോ ഇവർ മനസ്സിലാക്കാത്തത്, അപ്പോഴൊക്കെ തിരിച്ചടിയുടെ ഒരു കൂമ്പാരം തന്നെ ഇവർക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, നമ്മുടെ നോ ഫസ്റ്റ് പോളിസി യൂസ് എന്ന് പറയുന്ന പോളിസിയിൽ നിന്ന് നമ്മൾ പിന്മാറുമെന്ന് നമ്മൾ രാജ്നാഥ് സിംഗ് നേരത്തെ പറഞ്ഞു. ഇപ്പം ഒരു ആണവായുധം എടുത്ത് ഉപയോഗിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. അവിടുത്തെ സൈനിക മേധാവി പറഞ്ഞാലോ പ്രധാനമന്ത്രി പറഞ്ഞാലോ ഉടനെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിന് ഒരുപാട് കടമ്പകളുണ്ട്. അവിടുത്തെ ഭരണകൂടം ആലോചിക്കണം, പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിയാലോചന നടത്തണം, രാഷ്ട്രതന്ത്രജ്ഞരുമായിട്ട് ചർച്ചകൾ നടത്തണം. അങ്ങനെ ഒന്നിനു പുറകെ കടമ്പകൾ അവഗണിച്ച് അല്ലെങ്കിൽ മറികടന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അല്ലാതെ പെട്ടെന്നെടുത്ത് ആണവായുധം ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ എന്താ പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാന് നേരെ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യും. അത് സൈനിക താവളങ്ങൾക്ക് മേലാണോ ഭീകരരുടെ ക്യാമ്പുകൾക്ക് മേലാണോ എന്നുള്ളതാണ് അവരുടെ സംശയം. അപ്പോൾ കരസേനയും വ്യോമസേനയും നാവികസേനയും ഒരുപോലെ സജ്ജമായിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെ നിന്നും ആക്രമണം വരാം. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഞങ്ങളിപ്പോൾ ആറ്റം ബോംബ് എടുത്ത് പൊട്ടിക്കും, ഞങ്ങൾ അണവായുധം പ്രയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയേ പറ്റുള്ളൂ. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, ഒരു ആറ്റം ബോംബ് എടുത്ത് പ്രയോഗിക്കാൻ അവർ ആലോചിച്ചാൽ പിന്നെ 1000 വർഷത്തേക്ക് പാകിസ്ഥാൻ ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത രീതിയിലുള്ള ആക്രമണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ പാകിസ്ഥാനേക്കാൾ വലിയ ആണവ ശക്തിയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ എത്രയോ കാലം മുമ്പ് ഇത് പരീക്ഷിച്ചതാണ്. ഇതൊന്നും പാകിസ്ഥാൻ ഇല്ലാഞ്ഞിട്ടും ഇവർ വെറുതെ മസിൽ പിടിക്കുന്നു, ബലം പിടിക്കുന്നു. എന്നിട്ടും പാകിസ്ഥാൻ്റെ ജനറലായ അസിം മുനീർ ഉൾപ്പെടെയുള്ളവർ അവരുടെ കുടുംബാംഗങ്ങളെ ഇപ്പം തന്നെ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിക്കഴിഞ്ഞു, മറ്റ് രാജ്യങ്ങളിൽ സേഫാക്കി. കാരണം ഇന്ത്യയുടെ ആക്രമണം അവർക്ക് മേലുണ്ടായി അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പോൾ ആണവായുധം പൊട്ടിക്കുമെന്ന് പാകിസ്ഥാൻ തുടർച്ചയായി പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, എടുത്ത് ഉപയോഗിക്കാനുള്ള ധൈര്യം അവർക്കില്ല, ശക്തിയില്ല, ആത്മവിശ്വാസമില്ല. കാരണം ലോക രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെതിരാകും. മാത്രവുമല്ല, പാകിസ്ഥാനേക്കാൾ ഒരുപാട് ആണവായുധങ്ങളുടെ കൂമ്പാരം ഇന്ത്യയുടെ കൈവശമുണ്ട്. അപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്ന ഏത് തരത്തിലായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഈ ആണവ ഭീഷണി എന്ന് പറയുന്നത് വെറുതെ ഒരു തട്ടിപ്പാണെന്ന് പറയാം. ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും.